നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു നിമിഷത്തേക്ക് കണ്ണുകൾ അടച്ച് നിങ്ങൾ എപ്പോഴും സങ്കല്പിച്ചതുപോലൊരു ജീവിതം ലഭിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സമ്മർദ്ദവുമില്ല, കടങ്ങളില്ല, എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിലുണ്ട്. എന്നാൽ സത്യം അതല്ല. മിക്ക ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണ്. പണത്തിന്റെ അഭാവം കാരണം അവരുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ നിലച്ചു പോകുന്നു. ഇവിടെയാണ് ദ മണി മാനുവൽ എന്ന പുസ്തകം ഒരു വെളിച്ചമായി വരുന്നത്. നമ്മുടെ പണത്തെ നിയന്ത്രിച്ച് എങ്ങനെ സുരക്ഷിതവും ശക്തവുമായ ഒരു സാമ്പത്തിക ഭാവി കെട്ടിപ്പടുക്കാമെന്ന് ഈ പുസ്തകം ലളിതമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നു. സാമ്പത്തിക പുരോഗതിയുടെ തുടക്കം നമ്മുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയെ സത്യസന്ധമായി വിലയിരുത്തുന്നതിലൂടെയാണെന്ന് ഗ്രന്ഥകാരി ഊന്നിപ്പറയുന്നു. നിങ്ങളുടെ പണം എവിടേക്കാണ് പോകുന്നതെന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാതെ ഒരു മാറ്റവും തുടങ്ങാൻ കഴിയില്ല. ഇനി ചോദ്യം ഇതാണ്: എവിടെ നിന്ന് തുടങ്ങണം? ഈ പുസ്തകം അനുസരിച്ച് ആദ്യപടി ഒരു ബജറ്റ് ഉണ്ടാക്കുക എന്നാണ്. നിങ്ങളുടെ വരുമാനത്തിന്റെയും ചെലവുകളുടെയും വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കുക. ഏതൊക്കെ ചെലവുകളാണ് അത്യാവശ്യം, ഏതൊക്കെയാണ് അല്ലാത്തത് എന്ന് നാം തീരുമാനിക്കണം. എന്തെങ്കിലും സാധനം വാങ്ങുന്നതിന് മുൻപ് സ്വയം നിങ്ങൾ ഈ ചോദ്യം ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ശരിക്കും ആവശ്യമുണ്ടോ, അതോ ഒരു ശീലത്തിന്റെയോ മറ്റുള്ളവരെ കാണിക്കാനോ വേണ്ടിയാണോ? നിങ്ങൾ ആലോചിച്ച് ചെലവഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സമ്പാദ്യം താനെ വർദ്ധിക്കും. അടുത്തതാണ് എമർജൻസി ഫണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷാ കവചമാണിത്. ഈ പുസ്തകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എമർജൻസി ഫണ്ട്, അഥവാ അടിയന്തര ഘടകങ്ങൾക്കായിട്ടുള്ള നിധി തയ്യാറാക്കുക എന്നത്. ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. പെട്ടെന്നുള്ള ജോലി നഷ്ടം, ഗുരുതരമായ അസുഖം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി. അത്തരം പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നത് ഈ എമർജൻസി ഫണ്ടായിരിക്കും. ഈ ഫണ്ടിനെ നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകുന്ന ഒരു സാമ്പത്തിക സുരക്ഷാ കവചമായി കരുതാം. എല്ലാ മാസവും നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ഈ ഫണ്ടിലേക്ക് പതിവായി മാറ്റിവെക്കാൻ ഗ്രന്ഥകാരി ഉപദേശിക്കുന്നു. പതുക്കെ ഈ ചെറിയ സമ്പാദ്യം ഒരു വലിയ ആശ്വാസമായി മാറും. മറ്റുള്ളവർ കടം വാങ്ങാനായി ഓടുമ്പോൾ നിങ്ങളെ സ്വയം പര്യാപ്തനാക്കുന്ന ഒരു താങ്ങ് നിങ്ങൾക്കുണ്ടാവും. ചുരുക്കത്തിൽ എമർജൻസി ഫണ്ട് ഒരു അധിക ചെലവല്ല, മറിച്ച് നിങ്ങളുടെ ഭാവിയുടെ സുരക്ഷയാണ്. അടുത്ത ചാപ്റ്ററിൽ കടത്തിൽ നിന്നുള്ള മോചനത്തെ പറ്റി പറയുന്നു. മാനസികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യം. കടം ഒരു സാമ്പത്തിക ഭാരം മാത്രമല്ല, അത് നിങ്ങളുടെ മാനസിക സമാധാനത്തെയും ആത്മവിശ്വാസത്തെയും പതുക്കെ ഇല്ലാതാക്കുന്നു. ശരിയായ ഒരു തന്ത്രമുണ്ടെങ്കിൽ കടക്കെണിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. ഗ്രന്ഥകാരിയുടെ ഉപദേശം ഇതാണ്: ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. അടച്ചു തീർക്കാൻ കഴിയുന്ന തുകയ്ക്ക് മാത്രം അത് ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം അത് നിങ്ങളെ കടത്തിന്റെ കെണിയിലേക്ക് തള്ളിവിടും. എന്നാൽ ഉത്തരവാദിത്തോടെ ഉപയോഗിച്ചാൽ അത് നിങ്ങളുടെ സാമ്പത്തിക പ്രൊഫൈൽ മെച്ചപ്പെടുത്താനും സഹായിക്കും. കടമില്ലാത്ത ജീവിതമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അടുത്ത ചാപ്റ്ററിൽ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നു. നിങ്ങൾ കടത്തിൽ നിന്ന് മോചിതനാകുകയും ശക്തമായ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പടി നിങ്ങളുടെ പണത്തെ നിങ്ങൾക്കായി ജോലിക്ക് വെക്കുക എന്നതാണ്. അതായത് മികച്ച നിക്ഷേപം. പണം സമ്പാദിക്കാൻ മാത്രമല്ല, അത് ശരിയായ രീതിയിൽ വളർത്താനുള്ളതാണെന്ന് പുസ്തകത്തിൽ പറയുന്നു. ഇതിനായി ആദ്യം നിങ്ങളുടെ സാമ്പത്തിക പരിജ്ഞാനം, ഫിനാൻഷ്യൽ നോളജ് വർദ്ധിപ്പിക്കുക. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ലളിതമായ നിക്ഷേപ മാർഗങ്ങളിൽ ചെറിയ തുക നിക്ഷേപിച്ച് തുടങ്ങാൻ ഗ്രന്ഥകാരി നിർദ്ദേശിക്കുന്നു. എന്നാൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായിരിക്കണം. ഒരു വീട് വാങ്ങാനാണോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണോ, വിരമിക്കൽ ജീവിതത്തിനാണോ നിങ്ങൾ പണം സ്വരൂപിക്കുന്നത്? ലക്ഷ്യം വ്യക്തമാകുമ്പോൾ നിക്ഷേപത്തിനുള്ള വഴിയും വ്യക്തമാവും. ക്ഷമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ താക്കോൽ. നിക്ഷേപത്തെ ഒരു ദീർഘകാല പ്രക്രിയയായി കാണുക. പോസിറ്റീവ് ചിന്താഗതി സാമ്പത്തിക വിജയത്തിന്റെ അടിത്തറ. സാമ്പത്തിക വിജയം നിങ്ങളുടെ ചിന്തയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പണത്തോടുള്ള നിങ്ങളുടെ മാനസികാവസ്ഥ പോസിറ്റീവ് അല്ലെങ്കിൽ എത്ര വരുമാനം ഉണ്ടായാലും പണം നിങ്ങളുടെ കയ്യിൽ നിലനിൽക്കില്ല. ഓരോ രൂപയുടെയും വില നിങ്ങൾ മനസ്സിലാക്കണം. പണത്തെ ബഹുമാനിക്കുമ്പോൾ പണം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയും സുരക്ഷയും കൊണ്ടുവരും. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക. പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുമായി സഹവസിക്കുക. അവരുടെ ഊർജ്ജം നിങ്ങളുടെ ആത്മവിശ്വാസത്തിനും ഒരു പുതിയ ദിശാബോധം നൽകും. അടുത്തതായി വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക. സ്മാർട്ട് വർക്കിന്റെ ശീലം. ഇന്നത്തെ കാലത്ത് ഒരൊറ്റ വരുമാന സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത് സുരക്ഷിതമല്ല. പുതിയ കഴിവുകൾ പഠിച്ച് നിങ്ങളുടെ വരുമാനത്തിന് പുതിയ വഴികൾ കണ്ടെത്തുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, കണ്ടന്റ് റൈറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഫ്രീലാൻസിംഗ് തുടങ്ങി നിരവധി അവസരങ്ങൾ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലുണ്ട്. അധിക വരുമാനം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക മാത്രമല്ല, നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് കടത്തിന്റെ സമ്മർദ്ദമില്ലാത്ത നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന 10 എളുപ്പ വഴികൾ. 1. എല്ലാ മാസവും വരുമാനത്തിന്റെയും ചെലവിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. 2. ഒരു നിശ്ചിത തുക സമ്പാദ്യത്തിനായി ഓട്ടോമേറ്റ് ചെയ്യുക. ശമ്പളം വരുമ്പോൾ തന്നെ സമ്പാദ്യ അക്കൗണ്ടിലേക്ക് മാറ്റുക. 3. ഒരു നിക്ഷേപ പദ്ധതി തയ്യാറാക്കി ചെറിയ തുകകളിൽ നിന്ന് SIP തുടങ്ങുക.
4. നിങ്ങളുടെ എമർജൻസി ഫണ്ടിലേക്ക് എല്ലാ മാസവും ഒരു ചെറിയ തുക ചേർത്തുകൊണ്ടിരിക്കുക. 5. എല്ലാ മാസവും സ്വയം വിലയിരുത്തുക. എന്ത് പഠിച്ചു, എന്ത് തെറ്റുകൾ പറ്റി, അങ്ങനെയല്ല. 6. ചെറിയ അനാവശ്യ ചെലവുകൾ നിർത്തുക. 7. ഒരു സാമ്പത്തിക ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ സ്വയം ചെറിയ സമ്മാനം നൽകുക. 8. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസുകൾ എടുക്കാൻ മറക്കരുത്. 9. നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ കുടുംബത്തെയും പങ്കാളിയാക്കുക. 10. എല്ലാ മാസവും നിങ്ങളുടെ സാമ്പത്തിക പുരോഗതി നിരീക്ഷിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഈ 10 ചെറിയ ചുവടുകൾ സ്ഥിരമായി പിന്തുടരുകയാണെങ്കിൽ അത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും. ഉപസംഹാരം: സാമ്പത്തിക വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. അത് ചെറിയ വിവേകപൂർണമായ ചുവടുകളുടെ അച്ചടക്കത്തിന്റെയും ശരിയായ ചിന്താഗതിയുടെയും ഫലമാണ്. പണം ഒരു ഉപകരണമാണ്. അത് വിവേകത്തോടെ കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു മാർഗമായി അത് മാറും. ഇപ്പോൾ നിങ്ങളുടെ പണത്തെ നിങ്ങൾ നിയന്ത്രിക്കാനുള്ള സമയമാണ്. എന്നാൽ സ്ഥിരതയോടെ മുന്നോട്ട് പോവുക. അതാണ് യഥാർത്ഥ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. കൂടുതൽ വിജ്ഞാനപ്രദമായ ഉള്ളടക്കത്തിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.